നമസ്കാരം. ഒരു രാത്രി ഇരുണ്ട് വെളുത്തപ്പോൾ ഒരു യുവതിക്ക് ചുറ്റുമുള്ള പുരുഷന്മാരുടെ ശബ്ദം മാത്രം കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കുമ്പോൾ ഏതെങ്കിലും ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ മിസ്റ്ററി സിനിമയിലെ ക്ലൈമാക്സ് രംഗം പോലെയൊക്കെ തോന്നാം. എന്നാൽ ചൈനയിലെ സിയാമൻ നഗരത്തിൽ ജീവിക്കുന്ന ചെൻ എന്ന യുവതിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ശാസ്ത്രലോകത്തെയും മെഡിക്കൽ വിദഗ്ധരെയും ഒരുപോലെ നിഗൂഢതയുടെ മുൻപിൽ നിർത്തിയ, കേൾക്കുന്നവരിൽ കടുത്ത ഭീതിയും ആകാംക്ഷയും ജനിപ്പിക്കുന്ന ഒരു വിചിത്ര പ്രതിഭാസത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മെഡിക്കൽ സയൻസിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് ലോകത്ത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന റിവേഴ്സ് സ്റ്റോപ്പ് ഹിയറിംഗ് ലോസ് എന്ന നിഗൂഢ രോഗാവസ്ഥയാണ് ചെന്നിന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. പ്രകൃതി മനുഷ്യ ശരീരത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വിചിത്രമായ രഹസ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ഈ സംഭവം. മറ്റേതൊരു ദിവസത്തെയും പോലെ വളരെ സാധാരണ രീതിയിലാണ് ചെൻ അന്നും തൻ്റെ മുറിയിൽ ഉറങ്ങാൻ കിടന്നത്. എന്നാൽ കിടക്കുന്നതിന് തൊട്ടു മുമ്പ് ചില അസ്വാഭാവികമായ ലക്ഷണങ്ങൾ അവളെ തേടിയെത്തിയിരുന്നു. കടുത്ത ഛർദിയും അതോടൊപ്പം തന്നെ ചെവിക്കുള്ളിൽ ആർക്കും സഹിക്കാനാവാത്ത തരത്തിൽ വിട്ടുമാറാത്ത ഒരു ഭീകര മുഴക്കവും അവൾക്ക് അനുഭവപ്പെട്ടു. എന്നാൽ പകലത്തെ കടുത്ത ജോലി തിരക്കുകൾ കൊണ്ടുള്ള താൽക്കാലികമായ അസ്വസ്ഥതയെന്ന് കരുതി അവരത് അവഗണിച്ചു. പക്ഷേ പിറ്റേന്ന് രാവിലെ കണ്ണു തുറന്ന ചെൻ നേരിട്ടത് ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ നിമിഷങ്ങളെയായിരുന്നു. തൻ്റെ അരികിലിരുന്ന് പരിഭ്രാന്തിയോടെ എന്തൊക്കെയോ സംസാരിക്കുന്ന കാമുകന്റെ ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്, എന്നാൽ അദ്ദേഹത്തിന്റെ ശബ്ദം മാത്രം ചെന്നിന് കേൾക്കാൻ കഴിയുന്നില്ല. ഒരു നിശബ്ദ ചലച്ചിത്രം കാണുന്നത് പോലെ ചുറ്റുമുള്ള ലോകം നിശ്ചലമായി അവർക്ക് തോന്നി. ഭയന്ന് വിറച്ച അവർ ഒട്ടും സമയം കളയാതെ ക്യുയാൻപു ആശുപത്രിയിലേക്ക് ഓടി. എന്നാൽ ആശുപത്രിയിലെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ വെച്ച് അവരെ കാത്തിരുന്നത് അതിനേക്കാൾ വലിയൊരു നിഗൂഢതയായിരുന്നു. ആശുപത്രിയിൽ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന പുരുഷന്മാരായ ഡോക്ടർമാരുടെയോ ചുറ്റും നിന്ന മറ്റു പുരുഷ രോഗികളെ സംസാരിക്കുന്നത് ഒരക്ഷരം പോലും അവരുടെ കാതുകളിൽ സ്പർശിച്ചില്ല. പുരുഷന്മാരുടെ ചുണ്ടുകൾ ചലിക്കുന്നുണ്ട്, പക്ഷേ ശബ്ദം മാത്രം പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. എന്നാൽ ഈ മിസ്റ്ററിയുടെ ഏറ്റവും ഭയപ്പെടുത്തുന്ന വശം അതൊന്നുമായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളായ നഴ്സുമാരും മറ്റു സ്ത്രീ രോഗികളും സംസാരിച്ചപ്പോൾ അത് ചെന്നിന് വളരെ കൃത്യമായി കേൾക്കാൻ സാധിച്ചു. യാതൊരു തടസ്സവുമില്ലാതെ കേൾക്കാൻ സാധിക്കുന്നുമുണ്ടായിരുന്നു. പുരുഷന്മാരുടെ ശബ്ദം മാത്രം ഫിൽറ്റർ ചെയ്തു മാറുന്ന ഏതോ അദൃശ്യശക്തി ചെന്നിന്റെ കാതുകളെ ബാധിച്ചതുപോലെയായിരുന്നു ആ അവസ്ഥ. എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ആ യുവതി മാനസികമായി തകർന്നുപോയി. എന്താണ് ഈ നിഗൂഢമായ റിവേഴ്സ് സ്റ്റോപ്പ് ഹിയറിംഗ് ലോസ്? സാധാരണയായി മനുഷ്യർക്ക് പ്രായമാകുമ്പോഴോ അല്ലാതെയോ കേൾവിശക്തി കുറയുമ്പോൾ ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദങ്ങളാണ് ആദ്യം ഇല്ലാതാകുന്നത്. എന്നാൽ ഇവിടെ ചെന്നിന്റെ ശരീരത്തിൽ സംഭവിച്ചത് പ്രകൃതി നിയമങ്ങൾക്ക് തികച്ചും വിപരീതമായ കാര്യമാണ്. അതുകൊണ്ടാണ് മെഡിക്കൽ ലോകം ഇതിനെ റിവേഴ്സ് സ്റ്റോപ്പ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. പുരുഷന്മാരുടെ കനത്ത ശബ്ദം, ഇടിമുഴക്കം, എയർ കണ്ടീഷൻ്റെയോ വണ്ടികളുടെ ഒച്ച തുടങ്ങിയ താഴ്ന്ന ആവൃത്തിയിലുള്ള തരംഗങ്ങളെ സ്വീകരിക്കാൻ ഇവരുടെ കാതുകളുടെ കോശങ്ങൾക്ക് കഴിയില്ല. ഒരു പ്രത്യേക ഫ്രീക്വൻസിക്ക് താഴെയുള്ള എല്ലാ ശബ്ദങ്ങളെയും ശരീരം തനിയെ ബ്ലോക്ക് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഉയർന്ന ആവൃത്തിയിലുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദങ്ങൾ ഇവർക്ക് യാതൊരു തടസ്സവുമില്ലാതെ സാധാരണ പോലെ തന്നെ കേൾക്കാൻ സാധിക്കും. ലോകമെമ്പാടുമുള്ള കേൾവിക്കുറവ് കേസുകളിൽ 12,000-ൽ 1 മാത്രമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അത്യപൂർവങ്ങളിൽ അത്യപൂർവമായ നിഗൂഢമായ രോഗാവസ്ഥയാണിത്. അതുകൊണ്ട് തന്നെ പല ഡോക്ടർമാർക്കും കരിയറിൽ ഒരിക്കൽ പോലും ഇത്തരമൊരു രോഗിയെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുമുണ്ടാകില്ല. ക്യുയാൻപു ആശുപത്രിയിലെ പ്രശസ്ത ENT വിദഗ്ധനായ ഡോക്ടർ ലിൻ സിയാലോങ്ങിങ് ചെന്നിനെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഈ വിചിത്ര പ്രതിഭാസത്തിന് പിന്നിലെ ശാസ്ത്രീയമായ രഹസ്യം പുറത്തു വരുന്നത്. ബാഹ്യമായ യാതൊരു അപകടങ്ങളോ പരിക്കുകളോ അല്ല ചെന്നിനെ ഈ ഒരു അവസ്ഥയിലാക്കിയത്. ആധുനിക മനുഷ്യന്റെ സ്വന്തം ജീവിതശൈലികൾ തന്നെയായിരുന്നു ഇതിന് പിന്നിൽ. കരിയറിലെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ പാതിരാത്രി വരെ ഉറക്കമുഴഞ്ഞിരുന്ന് ജോലി ചെയ്യുന്നത് വഴി തലച്ചോറിനേൽക്കുന്ന കടുത്ത സമ്മർദ്ദം, ശരീരത്തിനും ആന്തരിക അവയവങ്ങൾക്കും സ്വയം പുതുക്കപ്പെടാൻ ആവശ്യമായ ഉറക്കം തുടർച്ചയായി നിഷേധിക്കപ്പെടുന്നത് തുടങ്ങിയ കാരണങ്ങൾ ഒത്തുചേർന്നപ്പോൾ ചെന്നിന്റെ ആന്തരിക ചെവിക്കുള്ളിലെ രക്തയോട്ടം താൽക്കാലികമായി നിലയ്ക്കുകയായിരുന്നു. നമ്മുടെ ചെവിക്കുള്ളിൽ ശബ്ദതരംഗങ്ങളെ തിരിച്ചറിയുന്ന സൂക്ഷ്മമായ കോശങ്ങളുണ്ട്. കടുത്ത മാനസിക ശാരീരിക സമ്മർദ്ദം കാരണം താഴ്ന്ന ആവൃത്തിയിലുള്ള ശബ്ദങ്ങളെ സ്വീകരിക്കുന്ന കോശങ്ങളിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായി നിലച്ചു പോവുകയായിരുന്നു ഇവിടെ. ഇതാണ് ഒറ്റ രാത്രി കൊണ്ട് പുരുഷന്മാരുടെ ശബ്ദം മാത്രം ചെന്നിന് മുന്നിൽ അപ്രത്യക്ഷമാകാൻ കാരണമായത്. ഈ അവസ്ഥ ബാധിച്ച ഉടൻ തന്നെ കൃത്യമായ മെഡിക്കൽ സഹായം തേടിയാൽ കേൾവിശക്തി പൂർണ്ണമായും തിരികെ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നിലവിൽ കടുത്ത മരുന്നുകൾക്കൊപ്പം ചെന്നിന് പൂർണ്ണമായ ബെഡ് റെസ്റ്റാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ശരീരത്തിലെയും തലച്ചോറിലെയും സമ്മർദ്ദം കുറയുന്നതോടെ അവരുടെ കാതുകൾ പുരുഷ ശബ്ദങ്ങളെ വീണ്ടും തിരിച്ചറിഞ്ഞു തുടങ്ങുമെന്നാണ് ഡോക്ടറുടെ പ്രത്യാശ. പക്ഷേ ഈ സംഭവം ആധുനിക സമൂഹത്തിന് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ്. വലിയ കോർപ്പറേറ്റീവ് ജോലികൾക്ക് പിന്നാലെ പായുകയും കരിയറിലെ വിജയത്തിനായി സ്വന്തം ഉറക്കവും ആരോഗ്യം പണയം വെക്കുകയും ചെയ്യുന്ന ഓരോരുത്തരും ജാഗ്രത പാലിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരുടെ ശബ്ദം കേൾക്കാനുള്ള ഭാഗ്യം പോലും ഇല്ലാതാക്കാൻ മാത്രം മാരകമാണ് നമ്മൾ നിസ്സാരമെന്ന് കരുതി തള്ളിക്കളയുന്ന ഓരോ സ്ട്രെസ്സും ഉറക്കമില്ലായ്മയും. ശരീരത്തിന്റെ ലക്ഷണങ്ങളെ അവഗണിച്ചാൽ പ്രകൃതി തരുന്ന തിരിച്ചടി പ്രവചനാതീതമായിരിക്കുമെന്ന് ചെന്നിന്റെ ഈ നിഗൂഢ അനുഭവം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. വെബ് ഡെസ്ക് തത്വമൈ TV.